ഹായ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇത് രാവിലെ രണ്ട് കാര്യം മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ അല്ലേ? നമ്മളെന്താണ് പറഞ്ഞത്? നമുക്ക് പറയാനുള്ള നമ്മൾ പറഞ്ഞത് ഒന്നുകിൽ 23,000 അല്ലേ, അല്ലെങ്കിൽ 23,225. ഈ രണ്ട് ഏരിയയിൽ എവിടെയെങ്കിലും ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി നമുക്ക് ഉള്ളൂ എന്ന് രാവിലെ തന്നെ നമ്മൾ ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. അപ്പം മാർക്കറ്റ് രാവിലെ ചെറിയ ഗ്യാപ്പ് ഡൗണിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ആടിക്കളിച്ച് മാർക്കറ്റ് ഒന്ന് താഴെ വന്ന് നമ്മുടെ 23,000 വന്ന് സപ്പോർട്ട് എടുത്തു. അതിനുശേഷം സപ്പോർട്ട് എടുത്തു, മാർക്കറ്റ് പൊട്ടും. എല്ലാ പ്രാവശ്യം ഞാൻ പറയുന്നതാണ്, മാർക്കറ്റ് പൊട്ടും എന്നൊരു പ്രതീതി വരുത്തി തീർത്തതിന് ശേഷം മാർക്കറ്റ് ഇവിടുന്ന് നല്ല രീതിയിൽ റിവേഴ്സ് ചെയ്തു. ഈ ഒരു ക്യാൻഡിൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു നല്ല റിവേഴ്സലാണ് അല്ലേ? മാർക്കറ്റ് ഈ ഏരിയയിൽ ഇതാണ് ഓപ്പണിംഗ് റേഞ്ച്, 23,116 ഓപ്പൺ ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോയി, പിന്നെ തിരിച്ച് താഴോട്ട് വന്നു, വീണ്ടും അവിടെ ഓപ്പണിംഗ് സപ്പോർട്ട് എടുത്തു. മാർക്കറ്റ് തിരിച്ച് 23,225 ബ്രേക്ക് ചെയ്തു. പക്ഷേ ബ്രേക്ക് ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ കാണുമ്പോൾ അറിയാം ഇല്ലേ, പല പ്രാവശ്യം എന്ത് ചെയ്യുന്നതാണ്, ഇവിടെ റിജക്ഷനാണ്. അവിടുന്ന് ശേഷം മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരും എന്നൊരു ഇൻഡിക്കേഷൻ ഉണ്ട് ഇവിടെ ഇല്ലേ? പക്ഷേ ഒരു നമുക്ക് എന്താ ഒരു കൺഫർമേഷനോ അല്ല, നമുക്കൊരു വിശ്വാസ്യത ഇല്ല മാർക്കറ്റ് എങ്ങോട്ട് പോകും എന്നുള്ളത്. കാരണം ഈ ന്യൂസ് മൊമെൻറ്റോ ആയതുകൊണ്ട് നമുക്കൊരു വിശ്വാസ്യതയില്ല. എങ്കിലും ക്യാൻഡിലുകൾ സൂചിപ്പിക്കുന്നത് എന്താണ്, ഇവിടുന്ന് ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ട് എന്നുള്ള സൂചനയാണ്. അതിനുശേഷം മാർക്കറ്റ് ഇവിടെ നേരെ താഴോട്ട് വന്നതിന് ശേഷം മാർക്കറ്റ് ഇവിടെ 23,000 എത്തി. അതിനുശേഷം മാർക്കറ്റ് താഴോട്ട് ബ്രേക്ക് ചെയ്യുന്നൊരു പ്രതീതിയൊക്കെ വരുത്തീർന്നതിന് ശേഷം ഈ കാണുന്ന ഗ്രീൻ ക്യാൻഡിലും എന്തായിരുന്നു, റെഡ് ക്യാൻഡിലായിരുന്നു. താഴോട്ട് വന്ന് റെഡ് ക്യാൻഡിൽ വന്നതിന് ശേഷം നല്ലൊരു ബൈങ് പ്രഷർ വന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയി. പിന്നെ ആ പോക്ക് നല്ല രീതിയിൽ ഒരു പുഷ് കൊടുത്ത് മാർക്കറ്റിനെ മുകളിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഇവിടെയൊക്കെ പ്രോഫിറ്റ് എടുത്ത് ധാരാളം ആൾക്കാരുണ്ട്. 23,000 എൻട്രി എടുക്കാൻ വേണ്ടി കാത്തിരുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഇവിടെ നിന്നൊക്കെ നല്ലൊരു രീതിയിൽ പ്രോഫിറ്റ് എടുത്തവരൊക്കെ ഉണ്ട്. ഓക്കെ, സംഭവിച്ചു, അതൊക്കെ പോട്ടെ, അതൊന്നുമല്ല നമ്മുടെ വിഷയം. അതിനുശേഷം മാർക്കറ്റ് പിന്നെ എന്ത് ചെയ്തു, ഇവിടെ ഇങ്ങനെ കുറേ നേരം ഒരു 2 മണി വരെയും കൺസോളിഡേറ്റ് ചെയ്തു ഇല്ലേ, അങ്ങോട്ട് വന്നു. അപ്പോൾ ഇവിടെ സ്കാൽപ്പ് ചെയ്ത് ധാരാളം ആൾക്കാരുണ്ട്. 10-15 പോയിൻറ്റ് സ്കാൽപ്പ് ചെയ്ത് ധാരാളം ആൾക്കാരുണ്ട്. ഇവിടം വരെ 10-15 പോയിൻറ്റ് സ്കാൽപ്പ് ചെയ്ത് ധാരാളം ആൾക്കാരുണ്ട്. ഓക്കെ, അതൊക്കെ അവരവരുടെ കഴിവാണ്. അതിനുശേഷം മാർക്കറ്റ് ഇവിടുന്ന് ഒരു സഡൻ ഒരു മൂവ് നടത്തി ഇല്ലേ. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ചാർട്ട് നമ്മൾ ഗ്രൂപ്പിലിട്ടിരുന്നു. ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ചാർട്ട് ഗ്രൂപ്പിലിട്ടതിന് ശേഷം അതിന് മുന്നേ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ചാർട്ട് ഞാൻ ആദ്യമായി അപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ഗ്രൂപ്പിൽ ധാരാളം പേരും നമ്മുടെ ഈ യൂട്യൂബിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുന്നുണ്ട് ധാരാളം പേര്, സാറേ ഗ്രൂപ്പിൻ്റെ കാര്യം. അപ്പം നമുക്ക് ഒരു 10 പേർക്കുള്ള വേക്കൻസി ഉണ്ട്. 10 പേരെ ആഡ് ചെയ്യാൻ ഉള്ളൊരു ഗ്യാപ്പുണ്ട്. 9847534669 ഈ നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് എനിക്കൊരു മെസ്സേജ് അയയ്ക്കുക. 10 പേർക്ക്, ആരെങ്കിലും ആദ്യം വരുന്ന 10 പേർക്ക് മാത്രമേ ഉള്ളൂ, അതിൽ കൂടുതലില്ല. ഓക്കെ, ആ 10 പേരെ ഫില്ല് ചെയ്യാനുള്ള സ്ഥലമുണ്ട്, അത് നിങ്ങൾക്ക് തരാം. ഓക്കെ, ഇതിനിടെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടല്ലോ. ഈ നമ്പർ നോട്ട് ചെയ്ത് വെച്ചു. അപ്പം ഞാൻ ഇവിടെ ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു 23,200 പുട്ടും കോളും ഒരേ റേഞ്ചിലായിരുന്നു ഇല്ലേ, ഒരേ റേഞ്ചിലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് 23,200 നല്ല രീതിയിൽ രണ്ടുപേരും പുട്ടും കോളുമാണ്. 225 കടന്ന് നിൽക്കുമ്പോഴാണ് 225 ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ പറഞ്ഞത് 23,200 നല്ല രീതിയിൽ പുട്ടും കോളും ഉണ്ട്, ഒരേപോലെ നിൽക്കുന്നു. പക്ഷെങ്കിൽ നമുക്ക് 310 ക്രോസ് ചെയ്യണം അല്ലേ. 310 ക്രോസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അപ്സൈഡ് ഒരു ഷോർട്ട് കവറിങ് ആയാലും നടക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ മാർക്കറ്റ് തിരിച്ചു പോകുമെന്ന് പറഞ്ഞു. ഇതുപോലെ തന്നെ ഇവിടെ റിജക്ഷൻ വന്ന് മാർക്കറ്റ് ഇവിടുന്ന് തിരിച്ചു പോയി. സീനാറി നമ്പർ 1 ഒരു ഇൻഡിക്കേഷൻ. ഓക്കെ, ഞാൻ പറഞ്ഞത് ക്ലിയർ ആണല്ലോ. രണ്ടാമത്തെ കാര്യം വന്നു കഴിഞ്ഞപ്പം പിന്നെ മാർക്കറ്റ് ഇവിടെ എത്തിയപ്പം ഞാൻ ഒരു പാറ്റേൺ വരച്ചു, ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ അല്ലേ. ഹെഡ് ആൻഡ് ഷോൾഡർ നമ്മളിവിടെ വരച്ചു. മാർക്കറ്റ് ഇവിടെ എത്തിയപ്പോഴാണ്, ഈ പോയിന്റിൽ എത്തിയപ്പോഴാണ്, ഇപ്പോൾ ഇങ്ങോട്ടൊന്നും ഇല്ല, എത്തിയപ്പോൾ പറഞ്ഞു ഇവിടുന്ന് ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ വന്ന് ഇങ്ങനെ വന്ന് പോകാനുള്ളൊരു സാധ്യത ഉണ്ട്. ഇവിടം വരെ ഞാൻ വരച്ചുള്ളത്, ഇവിടെ വരാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മാർക്കറ്റ് ആടിക്കളിച്ച് കുറച്ച് നേരം, പക്ഷേ ഇതിൻ്റെ തോളിൻ്റെ ഈ വലത്തെ സൈഡിലെ തോൾ കുറച്ചങ്ങ് നീണ്ടുപോയി. പിന്നെ ഞാനത് മൈൻഡ് ചെയ്തില്ല കറക്റ്റ്. പിന്നെ അതിനുശേഷം അതൊരു ബ്രേക്കൗട്ട് നൽകി മാർക്കറ്റ് നേരെ മുകളിലോട്ട് പോയി. അപ്പം ഇനി അടുത്ത കാര്യം, ഞാൻ ക്യാപ്ഷൻ അതിലിട്ടൊരു കാര്യം. അപ്പം ആ കാര്യം കഴിഞ്ഞല്ലോ. രണ്ടാമത്തെ കാര്യം, നമ്മൾ വരച്ച പാറ്റേൺ ഓൾമോസ്റ്റ് സക്സസ് ആയി.
ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഇവിടുന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്തു ഇത്രയും പോയിന്റ്, ഏകദേശം 300 പോയിൻറ്റോളം മാർക്കറ്റ് ഇവിടുന്ന് ഈ പറയുന്ന 116 നിന്ന് 500 വരെ ഇല്ലേ, ഏകദേശം 116 300 വരെ ആകുമ്പോൾ ഏകദേശം 400 പോയിൻറ്റിനടുത്ത് 375 പോയിൻറ്റോളം മാർക്കറ്റ് എന്ത് ചെയ്തു, ഓപ്പണിംഗ് റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് ഇവിടം വരെ എത്തി. ഓക്കെ, ക്ലിയർ, എത്തി. അപ്പം ഓരോ പോയിന്റ് ക്രോസ് ചെയ്തപ്പോഴും ഇത് 225 ക്രോസ് ചെയ്തപ്പോൾ നമുക്കൊരു എന്താ പറയുന്നത്, ഒരു അപ്സൈഡ് പോകുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായി ഇല്ലേ. അപ്പം പക്ഷേ നമുക്ക് കൺഫർമേഷൻ എവിടെയാണ്, 310 മുകളിൽ മാത്രമേ കൺഫർമേഷൻ ഉള്ളൂ. ഞാൻ പറഞ്ഞു 310 മുകളിൽ സസ്റ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഷോർട്ട് കവറിംഗ് റാലി നടക്കുമെന്ന് പറഞ്ഞു. ഈ 310 ക്രോസ് ചെയ്തപ്പോഴും എനിക്കിത് അത്ര കൂടി വിശ്വാസം പോരായിരുന്നു. ഉള്ള കാര്യം ഞാൻ ക്ലിയർ ആയിട്ട് ഗ്രൂപ്പിൽ പറഞ്ഞു, ഈ പോക്ക് എനിക്കത്ര വിശ്വാസം അല്ല എന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു ഇല്ലേ. ഈ പോയിന്റ് എത്തിയപ്പോൾ ഈ 24,414 ഒരു പ്രീവിയസ് നമ്മൾ നോക്കുവാണെങ്കിൽ മനസ്സിലാവും, ഒരു പ്രീവിയസ് ഒരു ഹൈ ആണ് ഈ ഹൈ ഇല്ലേ. ആ ഹൈയിൽ എത്തിയപ്പോഴും ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു ഈ പോക്ക് അത്ര സുഖമല്ല, എനിക്കത്ര സുഖമായിട്ട് തോന്നുന്നില്ല ഈ പോക്കെന്ന് പറഞ്ഞു ഇല്ലേ. വീണ്ടും അവിടുന്ന് മാർക്കറ്റ് 25,500 ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ ക്ലിയർ ആയിട്ട് 25,500 എത്തി, നമ്മുടെ ടാർഗറ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞു. അതിനുശേഷം അവിടുന്ന് 150 പോയിൻറ്റിൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്കിങ് നമുക്ക് കിട്ടി. 23,500 നിന്ന് 23,350 താഴെ 340 വരെ വന്നു മാർക്കറ്റ്. അതിനുശേഷമാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയത്. കാരണം ഇനി ഈ മൂവ്മെൻറ്റ് കാര്യം പറയും, ഇത് പറയാമെന്ന കാര്യം വിട്ടുപോയി. പറയാമെന്ന കാര്യം എന്നാണ് ഈ ഒരു മൂവ്മെൻറ്റാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു മൂവ്മെൻറ്റ് വന്നത്? ഈ മൂവ്മെൻറ്റ് വന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഫേക്ക് ന്യൂസിൻ്റെ പുറത്ത് വന്ന സംഭവമാണ്. ഓക്കെ, അതായത് ഒമാനും ഈജിപ്തും ചേർന്നിട്ട് ഒരു സീസ് ഫയർ എഗ്രിമെൻറ്റ് ഇറാനുമായിട്ട് ഉണ്ടാക്കുന്നു. അതിന് മധ്യസ്ഥം വഹിക്കാൻ വേണ്ടി ഇറാനും പിന്നെ US തമ്മിലൊരു സീസ് ഫയറിന് വേണ്ടി ഒമാനും ഈജിപ്തും മധ്യസ്ഥത എന്നിട്ട് ഒരു ചർച്ച നടക്കുന്നു എന്ന് പറഞ്ഞൊരു ന്യൂസ് ട്വിറ്ററിനകത്തിൽ വന്നു. ഈ ന്യൂസ് കണ്ടുകൊണ്ടാണ് ഈ മാർക്കറ്റ് സീസ് ഫയർ വരുമെന്ന് പറഞ്ഞാണ് ഈ സംഭവം കേണ്ടത്. പക്ഷേ അതൊരു ഫേക്ക് ന്യൂസ് ആയിരുന്നു, ആരോ പടച്ചു വിട്ടൊരു ന്യൂസാണ്. ഞാൻ ആ ന്യൂസ് ഇവിടെ കാണിക്കാം, ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യും, എടുത്തു വെച്ചിട്ടുണ്ട് ഇവിടെ. നോക്കൂ, ഇതാണ് ആ വന്ന ന്യൂസ്. അതായത് പിന്നെ ഇറാനും ഒമാനും ഈജിപ്തും ചേർന്നിട്ടൊരു സീസ് ഫയറിന് വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറഞ്ഞൊരു ന്യൂസാണ്. പക്ഷേങ്കിൽ ഇതിന് യാതൊരു ഓതൻസിറ്റി ഇല്ല, ഒരു ഓതൻസിറ്റി ഇല്ല. അപ്പം ഇങ്ങനെയുള്ളൊരു ഫേക്ക് ന്യൂസിൻ്റെ പുറത്താണ് ഇങ്ങനെയുള്ള ഫേക്ക് ന്യൂസുകൾ പലയിടത്തും ഇങ്ങനെ ഷെയർ ചെയ്ത് ആൾക്കാർ ചുമ്മാതെ ഉടനെ ചാടിക്കയറി ഒരു സംഭവം നടത്തിയതാണെന്നാണ് പറയപ്പെടുന്നത്. ഇത് ഞാൻ ഒരു ന്യൂസിൽ ഒരു നമ്മുടെ ഗ്രൂപ്പിൽ വന്നൊരു പിന്നെ ഒരു ന്യൂസാണ്. അപ്പം ഇതൊരു ഫേക്ക് ന്യൂസായിരുന്നു ഇല്ലേ. ഇതുപോലെ പല ന്യൂസുകൾ ഈ സമയത്ത് ഇങ്ങനെ വരും. അപ്പോൾ നമ്മളിതിൻ്റെ ഓതൻസിറ്റി നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തതിന് ശേഷം സത്യമാണോ കള്ളമാണോ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇങ്ങനെയുള്ള സംഭവത്തിന് പുറത്ത് കയറാൻ പാടുള്ളൂ. അത് വന്നപ്പോൾ എന്ത് പെട്ടെന്ന് ഒരു ഷോർട്ട് കവറിങ് വന്നു ഇല്ലേ. ഷോർട്ട് കവറിങ് വന്നു. അങ്ങനെ ഒരു നല്ലൊരു ന്യൂസ് ആണെന്നുണ്ടെങ്കിൽ ഷോർട്ട് കവറിങ് അങ്ങ് മുകളിലോട്ട് അങ്ങ് കയറിപ്പോവും, ഇവിടെ അങ്ങ് നിൽക്കത്തില്ല. പിന്നെ 10-500 പോയിൻ്റൊക്കെ പോയാലും നമ്മൾ അതിശയപ്പെടാനില്ല. പക്ഷേങ്കിൽ ആ ന്യൂസിൻ്റെ ആ ഒരു മൊമെൻറ്റം കഴിഞ്ഞു. അവൻ ആര് എന്താണോ ഉദ്ദേശിച്ചത് അവൻ്റെ നേട്ടം കഴിഞ്ഞതിന് ശേഷം സാധനം കൈവിട്ടു. അതുപോലെ തന്നെ സംഭവം നേരെ തിരിച്ചു പോയിരുന്നു. ഇത് വേണ്ട, ഇത് സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യമുള്ളൂ. ആ സമയത്ത് നമ്മൾ US മാർക്കറ്റ് നോക്കി. ഇതിപ്പോൾ എപ്പോഴാണ് കയറിയത്? ഇത് കൃത്യം 2 മണിയോട് അടുപ്പിച്ചാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലാണെങ്കിൽ ഇത് ഇന്ത്യൻ മാർക്കറ്റ് മാത്രമല്ലല്ലോ ഇത് കയറുന്നത്, ആണോ? അല്ല, ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രമല്ല, എല്ലാ ഗ്ലോബൽ മാർക്കറ്റിലും മുഴുവൻ എന്ത് ചെയ്യും, ഇതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ സീസ് ഫയർ ആണെന്ന് പറയാം. അപ്പോൾ നമുക്ക് US ഫ്യൂച്ചർ നോക്കാം. US ഫ്യൂച്ചറിൽ ആ സമയത്ത് 2 മണിയായപ്പം നോക്കിക്കേ എന്താ സംഭവിച്ചത്, അവിടെ ഒരു ഫോളാണ് കണ്ടത്. കണ്ടോ, അവിടെ ഒരു ഫോളാണ്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ചുമ്മാതെ ആർക്ക് വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞ പോലെ ആരോ പർപ്പസ്ഫുള്ളി മാനിപ്പുലേറ്റ് ചെയ്ത് കയറ്റിക്കൊണ്ട് പോയതാണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. കാരണം അങ്ങനെ ഒരു ന്യൂസ് വരുവാണെന്നുണ്ടെങ്കിൽ എല്ലാ മാർക്കറ്റിലും അത് പ്രതിഫലിക്കും, ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രമല്ല. ശരിയല്ലേ? അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ ഓതൻസിറ്റി നമ്മൾ പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. മറ്റു പല മാർക്കറ്റുകളും ചെക്ക് ചെയ്യുക. ഈ ന്യൂസ് അവിടെ ഇമ്പാക്റ്റ് ഉണ്ടോ, പിന്നെ മാർക്കറ്റിൽ ഇതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ അന്വേഷിച്ചറിയുക. ഓക്കെ, അപ്പം അതാണ് ഒരു ഷോർട്ട് കവറിങ് റാലി നടന്നതിൻ്റെ അനന്തരഫലമാണ് നമ്മൾ പിന്നെ ഇവിടെ കണ്ടത്. ഓക്കെ, എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളോട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കണ്ടാൽ ചാടിക്കയറി ട്രേഡ് എടുക്കാതെ ആദ്യം അത് അന്വേഷിക്കുക, സത്യമാണോ കള്ളമാണെന്നുള്ള കാര്യം. ഇനി നാളെ എന്താ സംഭവിക്കാൻ പോകുന്നത്? നാളെ നമുക്ക് ഇപ്പോൾ ഇത് നിലനിന്നാൽ, അപ്പോൾ ഇന്ന് രാത്രിയിൽ അറിയാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പം ട്രംപ് അണ്ണൻ ശരിക്കും സത്യം പറഞ്ഞാൽ ഈ യുദ്ധത്തിന് അതിൽ പെട്ട് നിൽക്കുകയാണ്.
ഇല്ലേ? ക്ലിയർ ആയിട്ട് പെട്ട് നിൽക്കുകയാണ്. ഇപ്പം നാട്ടുകാരെ മുഴുവൻ സഹായത്തിന് വിളിക്കുകയാണ്. ചൈനയോട് വിളിക്കുന്നു, ജപ്പാനെ വിളിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ ഷിപ്പുകൾ അയക്കണം, ഹോർമൂസ് നാട്ടിൽ പിന്നെ നിങ്ങളുടെ കപ്പലുകൾ സംരക്ഷണം ഒരുക്കണം, പിന്നെ ഒരു കപ്പലുകൾക്ക് പോകാനുള്ള ഒരു പാത, ഒരു സംരക്ഷണം നിങ്ങൾ ഒരുക്കണം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും വിളിക്കുന്നുണ്ട്. പക്ഷേ ഓസ്ട്രേലിയയും വിളിച്ചു, പക്ഷേ ആരും എന്ത് ചെയ്യുന്നില്ല, അടുക്കുന്നില്ല. അപ്പോൾ ഇത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അണ്ണൻ ഒരിക്കൽ ഇവരെ എല്ലാം വരട്ടിയതാണ്, എല്ലാവരെയും നടന്ന് വരട്ടിയതാണ് താരിഫിൻ്റെ പേരിൽ, ഇല്ലേ? ഇപ്പം തിരിച്ച് അണ്ണനൊരാവശ്യം വന്നപ്പോൾ ഒരൊറ്റ മനുഷ്യൻ സഹായിക്കാൻ ഇല്ല. ഇപ്പം സത്യം പറഞ്ഞാൽ എങ്ങനെയെങ്കിലും അടുത്ത് തലകൂരിയാൽ മതി എന്നുള്ള രീതിയിലാണ് ട്രംപ് അണ്ണൻ നടക്കുന്നത്. ഇനിയിപ്പോൾ എന്ത് സംഭവിക്കുന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയാം. അപ്പം പക്ഷേങ്കിൽ ഇറാൻ ഒരു കാരണവശാലും സീസ് ഫയറിന് വേണ്ടി അടുക്കുന്നില്ല. അവർ പറഞ്ഞു അവരെന്താ പറയുന്നത് വെച്ചാൽ നിങ്ങളാണ് തുടങ്ങി വെച്ചത്, നിങ്ങൾ തന്നെ അവസാനിപ്പിക്കുക, അല്ല നിങ്ങൾ ഇങ്ങോട്ട് വരിക സമവായത്തിനാണ് പറയുന്നത്. പിന്നെ ട്രംപ് ചുമ്മാ വെറുതെ കള്ളമൊക്കെ ഒത്തിരി അടിച്ചിറക്കുന്നുണ്ട്, അവർ ഡീലിന് വേണ്ടി വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേങ്കിൽ അതൊന്നും സത്യമല്ല. അപ്പോൾ ഇത് ഒരിക്കലും ഇതിനിപ്പോൾ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടാൻ പോകത്തുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഗൾഫിൽ ഇന്നിപ്പോൾ രാവിലെ ദുബായിൽ നല്ല രീതിയിൽ ആക്രമണം നടന്നു, എയർപോർട്ടിന് നല്ലപോലെ കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഫുജേറയിലൊക്കെ നല്ല അടി നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം നല്ല രീതിയിൽ തീപിടുത്തമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം കാര്യങ്ങൾ കൈവിട്ട് പോകുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. അപ്പം രണ്ടുപേരുടെ ഭാഗത്തു നിന്ന് നല്ല രീതിയിൽ ഒന്നുകിൽ അടിച്ചൊതുക്കുക അല്ലെങ്കിൽ അവസാനിപ്പിക്കുക, രണ്ട് കാര്യം മാത്രമേ ഇവരുടെ മുന്നിലുള്ളൂ. അപ്പോൾ അല്ലാതെ ഏതാണ് ഇവർ ചൂസ് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. കാരണം അവർക്ക് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവർക്ക് ഒന്നും നോക്കാനില്ല കാര്യം, ഇല്ലേ? എന്തെങ്കിലും അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, അവരുടെ എല്ലാം നഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ അവർക്ക് മുന്നോട്ട് നോക്കാനില്ല, വെച്ച് കീറുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ അപ്പുറത്ത് നിൽക്കുന്നവർക്ക് നഷ്ടപ്പെടാനുള്ളവരാണ്. അപ്പോൾ അവർ എങ്ങനെയെങ്കിലും ഒരു സമവായത്തിന് വേണ്ടി ശ്രമിക്കും. ഓക്കെ, അപ്പോൾ നാളെ ഇനിയും നമുക്ക് നോക്കാനുള്ള കാര്യം, നാളത്തെ കാര്യം പറയാം. നാളെ നമുക്ക് നോക്കാനുള്ളത് 310 ഈ 310 നിലനിർത്തണം. ഇപ്പം മാർക്കറ്റ് ഇവിടെ 355 ക്ലോസ് ചെയ്തിരിക്കുന്നത്, 400 റേഞ്ചിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ വരയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ ഉള്ളത് 23,500 മുകളിലോട്ട് പോകുമോ, 23,310 പൊട്ടിക്കുമോ, ഈ രണ്ട് കാര്യം മാത്രം നോക്കിയാൽ അത്, വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നോക്കാനില്ല. 23,500 മുകളിലോട്ട് പോകുമോ അതോ 23,310 പൊട്ടിച്ച് താഴോട്ട് വരുമോ, ഈ രണ്ട് കാര്യം മാത്രമേ നമുക്ക് നാളത്തെ മാർക്കറ്റിൽ നിഫ്റ്റിയോട് ബന്ധപ്പെട്ട് നമുക്ക് നോക്കാനുള്ളൂ. പിന്നെ നമ്മുടെ ബാങ്ക് നിഫ്റ്റി ഒക്കെ സുന്ദരമായിട്ട് നമ്മുടെ ചാർട്ട് വർക്ക് ചെയ്തു, സുന്ദരമായിട്ട് കൃത്യമായിട്ട് നമ്മുടെ ലെവലുകൾ രണ്ടും വർക്ക് ചെയ്തു. 589 759 കൃത്യമായിട്ട് വർക്ക് ചെയ്തു. മിഡ് ക്യാപ്പ് ആണെങ്കിൽ അതിനേക്കാൾ സൂപ്പറായിട്ട് വർക്ക് ചെയ്തു. ക്ലിയർ കട്ട് പോലെ ഇതാ ഓപ്പൺ ചെയ്തു. ഓക്കെ, മനസ്സിലാവും. ഓപ്പൺ ചെയ്ത് കൃത്യമായിട്ട് അവിടെ പോയി തട്ടി നേരെ തിരിച്ചിവിടെ താഴെ വന്നു, വീണ്ടും അതുപോലെ തന്നെ തിരിച്ചവിടെ പോയി ക്ലോസ് ചെയ്തു. അപ്പം നമ്മുടെ ലെവലുകളൊക്കെ വളരെ കൃത്യമായിട്ട് വർക്ക് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പം ഒരു ട്രേഡ് എടുക്കുമ്പം അതിൻ്റെ ഓതൻസിറ്റിയെ പറ്റി, അല്ലെങ്കിൽ എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ ട്രേഡ് എടുക്കുന്നത്, അല്ലെങ്കിൽ എന്ത് കാരണത്താലാണ് നിങ്ങൾ ആ ട്രേഡ് എടുക്കുന്നത് എന്നുള്ള ആ കാരണം നിങ്ങൾ ശരിക്കും എന്ത് ചെയ്യണം, ബോധ്യപ്പെട്ടിട്ട് മാത്രമേ നിങ്ങൾ ട്രേഡിന് വേണ്ടി ഇറങ്ങി തിരിക്കാവൂ. അപ്പം വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം രാത്രി ഇനിയും വേറെ എന്തെങ്കിലും ന്യൂസുകൾ വരുമോ എന്നുള്ളത് അറിയത്തില്ല. ഹോർമൂസ് ആണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഇന്ന് രാത്രി ഇനി അടി നടക്കുമോ, ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഇനി കൂടുതൽ ആക്രമണങ്ങൾ വരുമോ എന്നൊക്കെ ഉള്ളത് നമുക്ക് രാത്രി കണ്ടറിയണം. ഓക്കെ, എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിനകത്തിലൊരു നീക്കുപോക്ക് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് പറക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം. നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.